ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് ലഭിച്ച വിവരങ്ങൾ SITക്ക് മുന്നിൽ പറഞ്ഞുവെന്ന് രമേശ് ചെന്നിത്തല. വിവരങ്ങൾ സത്യമാണോ അല്ലയോ എന്ന് SIT കണ്ടുപിടിക്കട്ടെ. തനിക്ക് വിവരങ്ങൾ കൈമാറിയത് ഒരു വ്യവസായിയാണ്. അത് ആരെന്നുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. എനിക്ക് ലഭിച്ച വിവരങ്ങൾ ഞാൻ 161 അനുസരിച്ച് SITയുടെ മുമ്പിൽ പറയുകയുണ്ടായി. അവരതെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് അന്തർദേശീയ ആന്റിക്സ് സ്മഗ്ലേഴ്സുമായി ബന്ധമുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അവരുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് ഞാൻ നേരത്തെ ഒരു കത്ത് മുഖേന SIT ചീഫ് ശ്രീ വെങ്കടേഷിന് കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നെ ഇന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ വിവരങ്ങൾ നൽകാൻ വേണ്ടി ഇന്ന് വന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന് 500 കോടിയുടെ കൊള്ള അല്ലെ, വിദേശ ബന്ധമടക്കമാണ് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത്. അത് തെളിയിക്കപ്പെടുമെന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ടോ? രഞ്ജിത്ത്, രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘവുമായി ബന്ധമുള്ള ഒരു സംഘമാണ് ശബരിമലയിലും സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത്. അവർക്ക് ഈ രാജ്യാന്തര സംഘവുമായി ബന്ധമുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ പ്രധാനപ്പെട്ട ആരോപണം. അദ്ദേഹത്തോട് ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവെച്ച ഒരു വ്യവസായിയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൂടി SITക്ക് മൊഴി നൽകുന്നതിനിടെ അദ്ദേഹം കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് ആരാണെന്നോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നോ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ കഴിയില്ല എന്ന് കൂടി രമേശ് ചെന്നിത്തല പറഞ്ഞു വെച്ചിട്ടുണ്ട്. താൻ തെളിവുകളല്ല കൈമാറിയിരിക്കുന്നത്, ഈ വ്യവസായി തന്നോട് പറഞ്ഞിരിക്കുന്ന ചില സുപ്രധാനമായ വിവരങ്ങളാണ് എന്നാണ് രമേശ് ചെന്നിത്തല ഈ മൊഴി നൽകിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ചെന്നിത്തല പറഞ്ഞതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മോഷണം പോയ സ്വർണ്ണ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് തന്നോട് ഈ വ്യവസായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ താൻ പറഞ്ഞ കാര്യങ്ങൾ നിസ്സാരമായി തള്ളിക്കളയാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല എന്നുകൂടി ചെന്നിത്തല പറഞ്ഞു വെക്കുന്നിടത്താണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം ഏത് തരത്തിലായിരിക്കും ഇനി അങ്ങോട്ട് നീങ്ങുക എന്നതിന്റെ ഒരു ഗൗരവം കൂടി വർദ്ധിക്കുന്നത്. കാരണം ആ വ്യവസായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രസക്തമാണ് എങ്കിൽ അന്വേഷണത്തിന്റെ വ്യാപ്തി തന്നെ മറ്റൊരു ദിശയിലേക്ക് മാറ്റേണ്ട തരത്തിലുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നതെന്നാണ് സൂചന. ശരി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കനത്ത പരാജയത്തിന്റെ കാരണങ്ങൾ ഇഴകീറി പരിശോധിക്കാൻ ഇടതുമുന്നണി. LDF യോഗം മറ്റന്നാൾ ചേരും. മികച്ച വിജയത്തിന്റെ ആത്മവിശ്വാസത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് UDF. വിജയത്തിന് പിന്നാലെ മുന്നണി വിപുലീകരണത്തിനടക്കമുള്ള സാധ്യതകൾ തുറന്നിടുകയാണ് KPC അധ്യക്ഷൻ. ചരിത്ര നേട്ടം സ്വന്തമാക്കിയ BJP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാനുള്ള ചർച്ചകൾ സജീവമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത നേട്ടം കൈവരിക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. അതുകൊണ്ട് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മുന്നണി വിപുലീകരണം അടക്കം ചർച്ചകളിൽ സജീവമായിരിക്കുന്നത്. PV അൻവറിനെ അസോസിയേറ്റ് മെമ്പറായി UDFൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ഏറെക്കുറെ ധാരണയിൽ എത്തിയതായാണ് സൂചന. അത് ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ ഇന്ന് മാധ്യമങ്ങളോട് നടത്തിയിരിക്കുന്നത്. അതേസമയം BJP ആകട്ടെ തിരുവനന്തപുരം നഗരസഭ ഉൾപ്പെടെ പിടിച്ചെടുക്കാനായതിന്റെ ആത്മവിശ്വാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കൃത്യമായ പ്രവർത്തനങ്ങൾ ഒരു മുഴം മുമ്പേ തുടങ്ങിയിരിക്കുകയാണ്. നിയമസഭയിൽ A ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടിക തയ്യാറാക്കിക്കൊണ്ട് ഏത് വിധേനയും ആ നിയമസഭാ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇതിനോടകം തന്നെ തുടക്കം കുറിച്ചതായാണ് സൂചന. നിയമസഭയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രതിഫലനം ഉണ്ടാകും, തിരുവനന്തപുരത്തടക്കം അത് ആവർത്തിക്കും എന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പ്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി പഠനങ്ങൾ നടത്തിയതിനു ശേഷം സർവേകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിരിക്കുന്ന A ക്ലാസ് മണ്ഡലങ്ങളിൽ പ്രവർത്തനം നേരത്തെ തന്നെ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലേക്ക്